എൻ്റെ കയ്യിലുള്ള കുറച്ച് പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള നമ്മുടെ പെറ്റൂണിയയ്ക്ക് ഉപയോഗിക്കുന്ന വളങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ NPK 19 ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്ലാന്റ്സിന് ഫ്ലവറിങ്ങും ഗ്രോത്തും പിന്നെ എന്താണ് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനൊക്കെയാണ് NPKയുടെ ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ സഹായിക്കുന്നത്. ഇതല്ലാണ്ട് ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള കുറച്ച് വളങ്ങളെയൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ എപ്പം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പ്ലാന്റ്സിനെല്ലാം ലീഫി ഗ്രോത്താണ് കൂടുതലുള്ളത്. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് അപേക്ഷിച്ച് ഈ പ്ലാന്റിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അതിനകത്ത് ഇല്ല. കണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിലൊന്നും അപ്ലൈ ചെയ്യരുത്. കണ്ടല്ലോ, ഈ സൈസൊക്കെ ഞാൻ കാണിക്കുന്നത് കണ്ടല്ലോ. ഒരിക്കലും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിലൊന്നും നാളെ ഫ്ലവർ ആവണം എന്ന് പറഞ്ഞിട്ട് അൺബാലൻസ്ഡ് ആയിട്ടുള്ള NPKയുടെ ഫെർട്ടിലൈസർ കൊടുക്കരുത്. അത് ഞാൻ കറക്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇങ്ങനെയുള്ള പ്ലാന്റ്സിലാണ് നമ്മുടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള NPK നമ്മൾ കൊടുക്കേണ്ടത്. ഒരിക്കലും ഒരു കുഞ്ഞ് പ്ലാന്റിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ട് ഈ ഒരു വീഡിയോയും കൂടെ കൊടുത്തേക്കാവേ, കാരണം കറക്റ്റ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ബർഗൻഡി സ്റ്റാർ ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കറണ്ടായിട്ടുള്ള ഫേവറേറ്റ് ഐറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കാലിബ്രസ് യെല്ലോയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പെറ്റൂണിയ പ്ലാന്റ് എപ്പോൾ വേണോ പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ടൊരു പ്ലാന്റും കൂടി എല്ലാ പ്ലാന്റിനും ഇപ്പോൾ കരുതി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നു ബ്ലാക്കിൻ്റെ പ്ലാന്റ്. നോക്കൂ, നന്നായിട്ട് വലുതായി വരുന്നുണ്ട്. ഇതും ബ്ലാക്കിൻ്റെ തന്നെയാണ് കേട്ടോ. ഒരു വേണമെങ്കിൽ ബ്ലാക്ക്ബെറി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കളറാണ് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ എനിക്ക് ഈ ബർഗൻഡി സ്റ്റാർ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ക്യൂൺ ഓഫ് ഹാർട്ട് പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ബർഗൻഡി സ്റ്റാറിനും. പിന്നെ ഒരു പെറ്റൂണിയും കൂടി ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അതും എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ടുവരണം. നമ്മുടെ ജൂലിയറ്റാണ് കേട്ടോ ആ സംഭവം. അതെന്തായാലും എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ടുവരണം. നമ്മുടെ റെഡിൻ്റെ പെറ്റൂണിയാണ് കേട്ടോ. നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ട്. അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഒരുവിധം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വെള്ളം വീത്താതെ 1-2 പ്ലാന്റ്സ് ഇങ്ങനെ വാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. NPKയുടെ അൺബാലൻസ്ഡ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സിൽ വേണം കൊടുക്കാൻ. ഇതിൽ ന്യൂട്രിയൻറ്റിൻ്റെ കുറവുണ്ട്, നമ്മുടെ വെയിലിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലീഫിൽ ചെറിയ വ്യത്യാസം വരുന്നത്. ടൈഡൽ വേവിൻ്റെ ലീഫ് എല്ലാം നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്ലാന്റിന് വേറെ അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് മിസ്സാകുമ്പോൾ നമ്മളിത് ഇതുപോലെ ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല സുഖമില്ല, പനിയൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ പെറ്റൂണിയുടെ കാര്യം ഒക്കെ ഇങ്ങനെ എന്താണ് തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. എന്നാലും നമ്മൾ കുറച്ചധികം പെറ്റൂണിയസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. നമ്മുടെ വലിയ പ്ലാന്റ് പോയാലും നമുക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരിയും പ്ലാന്റ്സിൻ്റെ ചെറിയ തൈകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൽ ചോദിക്കുന്നവരോട് നമ്മളിപ്പോൾ പെട്ടെന്ന് റീസെൻ്റായിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ്. ഇതൊരു സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ. സീഡൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ പ്ലാന്റ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സെയിൽ ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം ഇതാണ്. പ്ലാന്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലാന്റ് ഉണ്ടാവില്ല. ഒരുപാട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ ഈ പെറ്റൂണിയനെ നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഒത്തിരി പെറ്റൂണിയ വളർത്തുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ, ഇന്ന് ഉഷാറായിട്ട് നിൽക്കും, നാളെ ആകുമ്പോഴത്തേക്ക് അത് ചരിഞ്ഞ് വീഴും. അതുകൊണ്ട് പെറ്റൂണിയ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്ലാന്റാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മൾ
എത്രയൊക്കെ നമ്മളെ ഒരു പ്ലാന്റിനെ നമ്മൾ സ്നേഹിച്ചാലും ആ പ്ലാന്റ് നമ്മുടെ കൂടെ വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഏതാണ് തീരുമാനിക്കുന്നത്? ആ പ്ലാന്റും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ട് ഒരിക്കലും ആ പ്ലാന്റ് പോകാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടാണ് ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നോട്ടക്കുറവ് മൂലം നമ്മൾ ഇല്ലാണ്ടാക്കി കളയണമെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പ്ലാന്റിനെ നമ്മുടെ കൈവശം കൊണ്ടുവരില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ക്ലൈമറ്റിലും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കാര്യങ്ങളിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെറ്റൂണിയ ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നാലും നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള റിസൾട്ടിലാണ് ആ ഒരു പ്ലാന്റിൻ്റെ ഹെൽത്ത് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്നൊരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരുന്നു. വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ പ്ലാന്റിനുള്ളത്. നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് തിരിച്ചെതിരെ കാണിക്കുന്നത് ഒരിക്കലും നമ്മൾ ആ പ്ലാന്റിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. നമ്മുടെ കൈവശം ഇരുന്നിട്ടും ആ പ്ലാന്റ് നമ്മളുമായിട്ട് ഇണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ന്യൂട്രിയൻസിൻ്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് പ്ലാന്റ് മിസ്സാവുന്നത്. ഒന്നുകിൽ ഈ പറഞ്ഞ കണക്ക് ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഒക്കെ അതിനകത്ത് അഫക്റ്റായിട്ട് വരാനുള്ളൊരു റീസൺസാണ്. അല്ലാതെ നമ്മൾ കുറേ ഫെർട്ടിലൈസർ വാരിയിട്ട് കൊടുത്തു അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം കൊടുത്തിട്ടാണ് അത് കംപ്ലൈൻ്റ് ആയതെന്ന് ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് ഇല്ലാണ്ടാവുന്നത്? നമ്മുടെ കാലാവസ്ഥയുമായിട്ട് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആ പ്ലാന്റ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെറ്റൂണിയ തന്നെ ഇൻ കേസ് നമ്മൾ കൊണ്ടുവന്നെന്ന് വെച്ചോ, അത് നമ്മളുമായിട്ട് ഇടപഴകിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ക്ലൈമറ്റിലേക്ക് ആ പ്ലാന്റ് സെറ്റായില്ല. നമുക്ക് പിന്നീട് അതിനെ കട്ട് ചെയ്ത് സാപ്ലിംഗ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ അത് നിന്നാൽ മാത്രമല്ലേ നമുക്കതിനെ സാപ്ലിംഗ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ തെറ്റായ ധാരണകളാണ്. നമ്മുടെ പെറ്റൂണിയനെ അല്ല, നമ്മൾ ഏത് പ്ലാന്റ് ആയാലും നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മളെ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്ലാന്റ്സിനെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആരുടെയെങ്കിലുള്ള വിദ്വേഷത്തിൻ്റെ പേരിലൊന്നും നമ്മൾ ആ പ്ലാന്റിനെ ടോർച്ചർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ മാക്സിമം അതിനെ കെയർ ചെയ്യാൻ മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒരു പ്ലാന്റിനെയും ഇങ്ങനെ ഇറഗുലറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കി കളയാറില്ല. ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് ഒരുപാട് പ്ലാന്റ് മിസ്സായപ്പോൾ ഇപ്പം നല്ല കെയറിങ് എടുത്തിട്ടാണ് പ്ലാന്റ്സ് നോക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഓരോ പ്ലാന്റ്സിലും ചെന്ന് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കറക്റ്റായിട്ട് നിരീക്ഷിച്ചാണ് പ്ലാന്റിനെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രമേൽ നമ്മൾ പ്ലാന്റിനെ നോട്ടം വയ്ക്കുമ്പോൾ പ്ലാന്റ് മിസ്സാവണമെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാരണവശാൽ മിസ്സാവണമെങ്കിൽ അത് മേ ബി പ്ലാന്റിൻ്റെ കുഴപ്പമാവാനേ ചാൻസ് ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ അതിനകത്തൊന്നും വെള്ളം ഞാൻ കോരി ഒഴിച്ചിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടാണ് വെള്ളവും ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് വളരെ കുറവാണ്, കാരണം എനിക്കതിനുള്ള സമയം കിട്ടുന്നില്ല. ഇത് ടൈഡൽ വേവിൻ്റെ ഒരു ബ്ലൂ പെറ്റൂണിയാണ് കേട്ടോ. ഇതൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ കൂട്ടിൻ്റെ പെറ്റൂണിയ ആണ്. അതുകൊണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ലാത്തൊരു പ്ലാന്റാണ് പെറ്റൂണിയ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഈ പ്ലാന്റിനെ നമ്മളിപ്പോൾ കൈവിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കുറച്ചധികം പ്ലാന്റാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. ഒത്തിരി പ്ലാന്റ്സ് ഇത് മിസ്സായിട്ടുണ്ട്. ഇത് ക്യൂണോ ഫാറ്റാണ്. ഒരെണ്ണം ഞാൻ അല്ലാണ്ട് നട്ട് പിടിപ്പിച്ച പ്ലാന്റാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇതൊരു ഡബിൾ പെറ്റൽ വയലറ്റാണ് കേട്ടോ. ഇങ്ങനെ അങ്ങും ഇങ്ങുമൊക്കെ ഓരോ വെറൈറ്റി ഞാൻ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഐവറിയാണേ. നോക്കൂ, നന്നായിട്ട് നിന്നതാണ്. എന്താ മിസ്റ്റേക്ക് വരാൻ ചാൻസ് എന്ന് നോക്കി. ഒരു ജിഫിക്കകത്തുള്ള പ്ലാന്റാണ്. നമ്മളൊന്നും വാരിയിട്ടിട്ടില്ല, ഒന്നും ഒഴിച്ചിട്ടില്ല, ഒന്നും കൊടുത്തിട്ടുമില്ല. അപ്പോൾ പക്ഷേ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്താ കാര്യം? അത് നമ്മളെ കാലാവസ്ഥയുമായിട്ട് സെറ്റായിട്ടില്ല. അതുപോലെയല്ല ഈ പ്ലാന്റുകളും ഇരിക്കുന്നത്. ഇതിനൊന്നും വേറെ കുഴപ്പം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അത് നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിയ പ്ലാന്റുകളാണ്. നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെയാണ് എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നതോ. നാളെ ഒരുപാട് പൂവിടണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫെർട്ടിലൈസറൊന്നും നമ്മളെടുത്ത് കൊടുക്കാറില്ല. നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാം കൊടുത്തു പോകുന്നത്.